നമസ്കാരം. ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ ടൂറിനുള്ള ഓസ്ട്രേലിയൻ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 ODI അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള 2 T20 ഇത്രയും മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടീമിനെയാണ് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ഈ 2 ടൂർണമെൻറ്റിലും ഉണ്ടാവില്ല. അതായത് ODIക്ക് ഉണ്ടാവില്ല, T20യിലും ഉണ്ടാവില്ല. അതിന് പകരം ക്യാപ്റ്റൻ ആയിരിക്കുന്നത് മിച്ചൽ മാർഷ് തന്നെയാണ് 2 ഫോർമാറ്റിലും. വേറെ 2 മെയിനായിട്ടുള്ള പ്ലേയേഴ്സ് മിസ് ഔട്ട് ആയിരിക്കുന്നത് ഒന്ന് ഗ്ലെൻ മാക്സ്വെൽ ആണ്. പരിക്ക് മൂലമാണ് ഗ്ലെൻ മാക്സ്വെൽ മിസ് ഔട്ട് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ മാർണസ് ലബൂഷ്യൻ ടീമിലില്ല, ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ടിം ഡേവിഡിനെ ടീമിൽ എടുത്തിട്ടുണ്ട്, T20യിൽ മാത്രമേ ഉള്ളൂ, ODIയിലില്ല. അതുപോലെ തന്നെ കാമറൂൺ ഗ്രീനെ T20 ടീമിൽ എടുത്തിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. ODIയിൽ മാത്രമേ ഉള്ളൂ കാമറൂൺ ഗ്രീൻ. സിമിലറായിട്ട് തന്നെ അലക്സ് കാരയും ODIയിൽ മാത്രമേ ഉള്ളൂ. മിച്ചൽ സ്റ്റാർക്കിൻ്റെ കാര്യം നമ്മളറിയാമല്ലോ, ODIയിൽ മാത്രമേ ഉള്ളൂ മിച്ചൽ സ്റ്റാർക്ക്. T20 ഫോർമാറ്റിൽ നിന്ന് മിച്ചൽ സ്റ്റാർക്ക് വിരമിച്ചതുകൊണ്ട് തന്നെ T20 ടീമിലേക്ക് മിച്ചൽ സ്റ്റാർക്കിനെ കൺസിഡർ ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് ഇവരുടെ ഒരു ODIയുടെ ഒരു ടോട്ടൽ സ്ക്വാഡ് ഒന്ന് വായിക്കാം. ക്യാപ്റ്റൻ മിച്ചൽ മാർഷ്, സേവിയർ ബാത്ലറ്റ്, അലക്സ് കാരെ, കൂപ്പർ കൊണോളി, ബെൻ ഡ്രോഷ്യസ്, നാഥൻ എല്ലിസ്, കാമറോൺ ഗ്രീൻ, ജോഷ് ഹേസൽവുഡ്, ട്രാവിസ് ഹെഡ്, ജോഷ് ഇംഗ്ലീഷ്, മിച്ചൽ ഓവൻ, മാത്യു റൺഷോ, മാത്യു ഷോട്ട്, മിച്ചൽ സ്റ്റാർക്ക് ആൻഡ് ആദം സാംബ. അതുപോലെ തന്നെ നമുക്കൊരു മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ളൊരു പ്ലേയിങ് ഇലവനും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാം. ഓപ്പൺ ചെയ്യുന്നത് ട്രാവിസ് ഹെഡ് വിത്ത് മിച്ചൽ മാർഷ് ആയിരിക്കും. മാറ്റ് ഷോട്ട് വിൽ ബി മോസ്റ്റ് പ്രോബബ്ലി നമ്പർ 3, കാമറൂൺ ഗ്രീൻ ആൻഡ് ജോഷ് ഇംഗ്ലീഷ്, ദെൻ അലക്സ് കാരെ, മിച്ചൽ ഓവൻ, നാഥൻ എല്ലിസ്, ആദം സാംബ, ജോഷ് ഹേസൽവുഡ് ആൻഡ് മിച്ചൽ സ്റ്റാർക്ക്. ഇതായിരിക്കും ഒരു പ്രോബബിൾ അവരുടെ ഒരു പ്ലേയിങ് ഇലവൻ. ഇനി നമുക്ക് ഇവരുടെ ഒരു T20 സ്ക്വാഡിലേക്ക് പോകാം. T20 സ്ക്വാഡ് മൊത്തത്തിലുള്ളൊരു സ്ക്വാഡ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ മിച്ചൽ മാർഷ്, സീൻ അബോട്ട്, സേവിയർ ബാത്ലറ്റ്, ടിം ഡേവിഡ്, ബെൻ ഡോഷ്യസ്, നാഥൻ എല്ലിസ്, ജോഷ് ഹേസൽവുഡ്, ട്രാവിസ് ഹെഡ്, ജോഷ് ഇംഗ്ലീഷ്, മാത്യു കോമാൻ എന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല, മിച്ചൽ ഓവൻ, മാത്യു ഷോട്ട്, മാർക്കസ് ടോണിസ് ആൻഡ് ആദം സാംബയാണ് ഇവരുടെ ഒരു T20യുടെ ഒരു ടോട്ടൽ സ്കോഡ്. ഒരു പ്രോബബിൾ ആയിട്ടുള്ള 11 T20 നമുക്ക് നോക്കാം. ട്രാവിസ് ഹെഡ് വിൽ ഓപ്പൺ വിത്ത് മിച്ചൽ മാർഷ്, മാറ്റ് ഷോട്ട് വിൽ ബി നമ്പർ 3, ജോഷ് ഇംഗ്ലീഷ്, ടിം ഡേവിഡ് വിൽ ബി നമ്പർ 5, മാർക്കസ് ടോണിസൽ, മിച്ചൽ ഓവൻ, ബെൻ ഡോഷ്യസ്, നാഥൻ എല്ലിസ്, ആദം സാംബ ആൻഡ് ഹേസൽവുഡ്. ഇതായിരിക്കും ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു പ്ലേയിങ് 11. അപ്പോൾ ഇതാണ് ഓസ്ട്രേലിയയുടെ ടീം. കണ്ടിട്ട് ഒരു ഡീസൻ്റ് ആയിട്ട് തോന്നുന്നു. ഒരുപാട് താരപ്പൊലിമയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും എനിക്കൊന്ന് ഓസ്ട്രേലിയൻ കണ്ടീഷൻസിൽ അവർക്ക് ആപ്റ്റായിട്ട് തോന്നിയ ടീമിനെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് 2 T20ക്കുള്ള ടീം വരെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. മേ ബി അതിനുശേഷം ഇനി മാക്സ്വെൽ തിരിച്ചു വരുമോ, അതോ ഇനി അലക്സ് കാരിയെ തിരിച്ചു കൊണ്ടുവരാനാണോ, അതോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും എനിക്കൊരു ഡീസൻറ്റ് ടീമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇന്ത്യക്ക് ചലഞ്ച് തരാൻ പറ്റുന്ന ഒരു ടീമായിട്ട് തന്നെയാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ടീമിനെ പറ്റിയിട്ടുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.